അപ്പൊ രണ്ടു ദിവസമായിട്ട് നമ്മുടെ കേരള പോലീസ് ഒരു അഭിമാന പോരാട്ടത്തിലാണ്. CPIMന്റെ സൈബർ പോരാളിയായിട്ടുള്ള അർജുൻ ആയങ്കിനെ പിടികൂടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പോലീസിന്. അപ്പോ അതിന് 2-3 വാർത്തകൾ കണ്ടുപോക്കിയേ. സഞ്ചരിക്കുന്ന വാഹനം പോലീസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞൊരു തോന്നലുണ്ടായാൽ സ്പോട്ടിൽ അടുത്ത വാഹനം അടക്കം കിട്ടാനുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടല്ലോ മധു. അത് തന്നെയാണ് അർജുൻ ആയങ്കി എന്ന് പറയുന്ന പോലീസ് ഇപ്പോൾ അരിശു പെറുക്കിക്കൊണ്ടിരിക്കുന്ന അർജുൻ ആയങ്കി കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെത്തിയ അതിനിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഏറ്റവും പുതിയ വിവരം ഈ ദൃശ്യങ്ങൾക്ക് പിന്നാലെ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ചില സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ ഈ അർജുൻ ആയങ്കി ഒളിവിൽ പോകുന്നതിന് സഹായിച്ചു എന്നുള്ളൊരു വിവരം കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കി തൃശൂർ പന്ന്യങ്കര ടോൾ പ്ലാസ കടന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ആയങ്കിയുടെ സഹോദരൻ തൃശൂരിൽ നിന്ന് പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. അർജുൻ ആയങ്കിക്കായി വലവിരിച്ചിരിക്കുകയാണ് പോലീസ്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കടിയിലും അർജുൻ ആയങ്കി കമന്റുമായി എത്തി. ഒപ്പം തന്നെ QR കോഡ് പോസ്റ്റ് ചെയ്തുകൊണ്ട് കേസ് നടത്തിപ്പിന് പണം നൽകണമെന്ന് പറഞ്ഞ QR കോഡും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് പാലക്കാടേക്ക് വന്നു, പാലക്കാട് നിന്ന് തൃശ്ശൂരേക്ക് വന്നു. ആ സമയത്ത് ഈ പന്ന്യങ്കര ടോൾ പ്ലാസ കടന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭ്യമായത്. ഒളിവിലിരുന്ന് വീണ്ടും പോലീസിനെ വെല്ലുവിളിച്ച അർജുൻ ആയങ്കി. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൌക്കത്തലി ആര മായാവിയോ എന്നാണ് അർജുൻ ആയങ്കിയുടെ പരിഹാസം. വെല്ലുവിളി കാര്യമാക്കുന്നില്ലെന്നും അർജുനെ വെടിവെച്ച് പിടികൂടാം എന്ന ഉത്തരവിനെക്കുറിച്ച് അറിയില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് അർജുൻ ആയങ്കിക്കെതിരെ വീണ്ടും കേസ്. ആലുവ സൈബർ പോലീസാണ് കേസെടുത്തത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും പോലീസ് ഉദ്യോഗസ്ഥരെയും വെല്ലുവിളിച്ച് ഒളിവിൽ തുടരുന്ന ആയങ്കിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അപ്പൊ കേരളം മൊത്തം നമ്മുടെ സതീശന്റെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പോലീസ് വലവിരിച്ചേക്കണ്. ബോർഡേഴ്സ് ആണെങ്കിലും, അതായത് തമിഴ്നാട് കർണാടക ബോർഡേഴ്സിലും പിന്നെ തൃശ്ശൂര് എറണാകുളം കണ്ണൂർ ജില്ലകളിലൊക്കെ നല്ല രീതിക്ക് പോലീസ് കിടന്ന് പരിശ്രമിക്കുന്നുണ്ട് പുള്ളിക്കാരനെ പിടിക്കാനായിട്ട്, അർജുൻ ആയങ്കിനെ പിടിക്കാനായിട്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ തന്നെ പുള്ളിക്കാരൻ ഈ പറഞ്ഞ പോലെ ടോൾ പ്ലാസ ക്രോസ് ചെയ്യുന്ന CCTV വിഷ്വൽസ്, അതുപോലെ തന്നെ ഒരു കഫേയിൽ ചായ കുടിക്കാൻ വരാം, പിന്നെ ഏതാണ്ട് ആയുർവേദ സ്പായില് പോയിട്ട് എന്തിനാ പോയെന്നറിയില്ല അവിടേക്ക് പോയ CCTV വിഷ്വൽസ്. അപ്പോ ചുരുക്കി പറഞ്ഞ ഒളിവിൽ നിന്ന് പറയാൻ പറ്റില്ല. പുള്ളിക്കാരൻ നമ്മുടെ എന്താ പറയാ പൊതുമണ്ഡലത്തിൽ സജീവമായിട്ട് അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. അതായത് നല്ല വെളിച്ചമുള്ള സമയത്താണ് പുള്ളിക്കാരൻ ഈ പറഞ്ഞ ചായ കുടിക്കാൻ പോണത്. ഏത് പോലീസ് എന്താ പറയാ ആവശ്യമുണ്ടെങ്കിൽ വെടിവെച്ചോളം വരെ ഉത്തരവിട്ടുണ്ടെന്നാണ് വാർത്തകൾ കാണാൻ സാധിച്ചത്. അങ്ങനെ സിറ്റുവേഷനിൽ പുള്ളിക്കാരൻ പുറത്തിറങ്ങി നടക്കുക ശരിക്കും പറഞ്ഞ. ഒപ്പം തന്നെ സമൂഹ മാധ്യമമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നല്ല രീതിക്ക് ആക്റ്റീവായിട്ട് റീൽസ് ഇടുക, പോസ്റ്റ് ഇടുക, പിന്നെ ആഭ്യന്തരമന്ത്രിനെയും മുഖ്യമന്ത്രിനെയും പിന്നെ കേരള പോലീസിനെ വെല്ലുവിളിക്കുക. അതോടൊപ്പം തന്നെ ആള് ഒരു ഗൂഗിൾ പേയുടെ സ്കാനറൊക്കെ ഇട്ടുണ്ടായി. അതായത് ആൾക്ക് ഇനി കേസ് വാദിക്കാനായിട്ട് സുപ്രീം കോടതിയിൽ പോയി കേസ് വാദിക്കാനായിട്ട് പൈസ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതൊക്കെ ആള് ഒളിവിലിരുന്ന് ചെയ്യുന്നുണ്ട്, ഒളിവിലിരുന്നിട്ട് പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ ഒരു കാര്യം എന്താ ചെയ്യുന്നത്, കഴിഞ്ഞ പിണറായി വിജയന്റെ അധികാര സമയത്ത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പെണ്ണ് കേസൊക്കെ ഉണ്ടായിരുന്നില്ലേ. അപ്പൊ ആ സമയത്ത് പുള്ളിക്കാരൻ അറസ്റ്റ് ചെയ്യാനായിട്ട് കേരള പോലീസ് ഇതുപോലെ നെട്ടോട്ടോടിയത് എല്ലാവരും കണ്ടായിരിക്കും. ഇപ്പോ അർജുൻ ആയങ്കി ആയിരുന്നെങ്കിൽ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനായിരുന്നു. അവിടെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രിമിനൽ കേസുകളും അത് ഈ പറഞ്ഞ പോലെ പെണ്ണ് വിഷയം അത്രേ ഉള്ളൂ. അപ്പൊ അന്ന് ഈ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാൻ കേരള പോലീസ് ഒരുപാട് കിടഞ്ഞ് പരിശ്രമിച്ചിട്ടും നടന്നിട്ടില്ല. അപ്പൊ അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓബിയസ്ലി ഈ പറഞ്ഞ പോലെ കോൺഗ്രസ്സുകാരുടെ സപ്പോർട്ട് അന്ന് കിട്ടിയിരുന്നു. ഒരു ചെറിയ വിഭാഗം കോൺഗ്രസ്സുകാരുടെ സപ്പോർട്ട് രാഹുലിന് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇവർ ഈ കേരള പോലീസ് രാഹുലുള്ള ഒരു ലൊക്കേഷൻ ഈ ട്രേസ് ചെയ്ത് അവിടെ എത്തുമ്പോഴേക്കും രാഹുൽ അവിടെ നിന്ന് കിടന്നു കളയും. അപ്പൊ ഇതിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇന്റേണലി ഇൻഫോർമേഷൻസ് ലീക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായി കേരള പോലീസിന്. അതാണ് കേരള പോലീസിനുള്ള വലിയൊരു അടി. അത് എല്ലാ പോലീസുകൾക്കും ഉണ്ട്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് പറഞ്ഞു മനസ്സിലായില്ലേ. അല്ലാണ്ടൊന്നും ഇത്രയ്ക്ക് ഇപ്പൊ ഞാൻ നോക്കണെങ്കിൽ ഇന്ത്യയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പോലീസ് ഫോഴ്സ് കേരള പോലീസ് തന്നെ. എനിക്ക് മനസ്സിലായ കാര്യം കഴിഞ്ഞ 10 വർഷമാണെങ്കിലും ഇപ്പോഴാണെങ്കിലും കേരള അത് പാർട്ടികളുടെയോ അല്ലെങ്കിൽ ഭരിക്കണ ഭരണകൂടത്തിന്റെ കഴിവെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കേരള പോലീസ് അത് മലയാളികളുടെ പ്രത്യേകതയാണ്. കേരള പോലീസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫോഴ്സ് തന്നെയാണ്. അപ്പൊ കേരള പോലീസിന് ഇത്രയ്ക്കും സംവിധാനങ്ങൾ എത്ര ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷെ എന്നാലും ബേസിക് ആയിട്ടുള്ള CCTV അല്ലെങ്കിൽ ഫോൺ ട്രേസിംഗ് ഒക്കെ ഇവർക്ക് പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ ഇടയിലൂടെയൊക്കെ ഇവര് ഈ അർജുൻ ആയങ്കി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ട് പോകണതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് തന്നെ ഇവർക്ക് ലീക്ക് ചെയ്യും ഡീറ്റെയിൽസ് പറഞ്ഞു മനസ്സിലായില്ലേ. അപ്പൊ അത് ഇപ്പൊ CPIM ഭരിക്കുമ്പോൾ ഒരു ചെറിയ വിഭാഗം കോൺഗ്രസ്സുകാരും ഈ പോലീസ് ഫോഴ്സിലുണ്ടാവും. അതുപോലെ തന്നെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഒരു ചെറിയ വിഭാഗം CPM അനുകൂല ആൾക്കാരും പോലീസ് ഫോഴ്സിലുണ്ടാവും പറഞ്ഞു മനസ്സിലായി. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാര് ഈ പറഞ്ഞ ലീക്ക് ചെയ്തിട്ടായിരിക്കാം ഈ പറഞ്ഞ പോലെ ഇവർക്ക് ഈ രക്ഷപ്പെടാനുള്ള മാർഗം കിട്ടുന്നത് പറഞ്ഞു മനസ്സിലായ. അതുപോലെ തന്നെ ഇപ്പൊ ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഇവനോ ഈ അർജുൻ ആയങ്കി ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് ചെയ്ത കാര്യം ഇത് തന്നെയായിരിക്കും. അതായത് കാർ സ്വാപ്പിംഗ്, അതായത് കുറച്ച് ഡിസ്റ്റൻസ് ഒരു കാറിൽ പോകും, അത് കഴിഞ്ഞ് കാർ മാറ്റും. അപ്പൊ അത് കാര്യം വെച്ചാൽ കാർ മാറ്റുമ്പോൾ അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റ് മാറ്റും,
നമ്പർ പ്ലേറ്റ് മാറ്റിയാലും കാറിന്റെ കളറൊക്കെ വെച്ചിട്ട് ട്രേസ് ചെയ്യാൻ പറ്റും. അപ്പൊ കാർ മാറ്റുമ്പോൾ കാര്യം എന്ന് വെച്ചാൽ പോലീസുകാർക്ക് CCTV-യിലുള്ള ഒരു, അതായത് ഇപ്പൊ CCTV ഇല്ലാത്ത സ്ഥലത്ത് ഇവര് കാർ മാറ്റി കഴിഞ്ഞാൽ പോലീസുകാർക്ക് അവിടെ വെച്ച് ഈ കണക്ഷൻ വിടും. ഇപ്പൊ കുറച്ച് ദൂരം ഒരു സ്വിഫ്റ്റിലെ പോണെന്നുണ്ടെങ്കിൽ അവർ CCTV ഇല്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് അവിടെ നിന്ന് വേറെ ബലോനേക്ക് മാറി കഴിഞ്ഞാൽ പോലീസുകാർക്ക് പിന്നെ അവിടെ നിന്ന് ട്രേസ് ചെയ്യാൻ ടഫ് ആയിരിക്കും, പറഞ്ഞ മനസ്സിലായ. അപ്പോൾ ഇതാണ് അവരുടെ ടെക്നിക്കായിരിക്കും, എനിക്ക് മനസ്സിലായ കാര്യം. അപ്പോൾ ഈ ടെക്നിക്കാണ് മിക്ക ഈ മയക്കുമരുന്ന് കടത്തുന്നവരും അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലാണ് എല്ലായിടത്തും ഈ ഒരു ടെക്നിക്കാണ് ആൾക്കാർ ഉപയോഗിക്കുക. അത് സിറ്റീസിൽ വർക്ക് ചെയ്യില്ല, കാരണം CCTV ക്യാമറ ഉണ്ടെങ്കിൽ അത്രയ്ക്കും ഇത് വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇവര് ഉള്ളേരിയസിക്കാണ് കൂടുതൽ പോകുക. അവിടെ അധികം എല്ലായിടത്തും CCTV ക്യാമറ ഉണ്ടാവില്ല, പിന്നെ വീടുകളിൽ ഉണ്ടാവുള്ളൂ, പറഞ്ഞ മനസ്സിലായില്ല. അപ്പോ ഇതാണ് കാര്യം. ഈ രാഹുൽ മാങ്കുളത്തിലായാലും അർജുൻ ആയെങ്കിലും ചെയ്യണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കഴിവുണ്ട്. ഈ പറഞ്ഞ അവർക്കുള്ള ഈ കണക്ഷൻസ്, ഇപ്പൊ രാഹുലിനായാലും അർജുനായാലും നല്ല രീതിക്കുള്ള കണക്ഷൻസ്. ഇപ്പൊ അർജുനാണെങ്കിൽ CPM എന്ന് പറയാൻ പറ്റില്ല, ഈ പറഞ്ഞ DYFI ഉണ്ടെന്ന് തോന്നുന്നു. രാഹുലിനാണെങ്കിൽ ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസിലും, കോൺഗ്രസിന്റെ വലിയ ആളായിരുന്നല്ലോ രാഹുൽ. അപ്പൊ ഇങ്ങനെയുള്ള കണക്ഷൻസ് വെച്ച് ഇവർക്ക് ഉപകാരം കിട്ടും. ഒപ്പം തന്നെ ഈ പോലീസിൽ നിന്നുള്ള ലീക്കേജും ഉണ്ടാവായിരിക്കും, പറഞ്ഞ മനസ്സിലായില്ലേ. ഇനിയിപ്പോ ഇവർക്ക് പിടിക്കണമെങ്കിൽ ഉള്ള കാര്യം എന്ന് വെച്ചാൽ ഒറ്റ വരണം. അതായത് ഇപ്പൊ അർജുനായിയുടെ ഒപ്പമുള്ള അത്ര 20ഓളം സുഹൃത്തുക്കളെ സ്വന്തം അനിയനടക്കം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം. എന്നിട്ട് വരെ പുള്ളിക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കുക. അതായത് ആളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും പോലീസ് അറസ്റ്റ് ചെയ്തു, എന്നിട്ടും പോലീസിന് ഒരു തരത്തിലും പിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് ആലോചിക്കുക. നമ്മുടെ കേരള പോലീസിന്റെ മൂക്കിന് തുമ്പത്തുണ്ടായിട്ട് ഒരു പിടിക്കാൻ പറ്റുന്ന ആലോചിക്കും. ഇപ്പൊ നമ്മുടെ രാഹുലിന്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഈ പറഞ്ഞ പോലെ കേരളത്തിന്റെ പുറത്തേക്ക് കിടന്നു എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ, വാർത്തയിൽ വന്നില്ലെങ്കിലും. അപ്പോ രാഹുലിന്റെ കേസ് വെച്ച് നോക്കുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ CCTV വിഷ്വൽസ് ഒക്കെ ഉണ്ടെന്ന്. ഇപ്പൊ തൃശ്ശൂർ ടോൾ പ്ലാസ ക്രോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതാണ്ട് കഫേ പോയിട്ട് ചായ കുടിക്കുന്നത്, അതൊക്കെ നട്ടുച്ച നേരത്തുള്ള വീഡിയോസ് ആണ്. അല്ലാണ്ട് അവര് ഈ പാനിക്കും ചെയ്യില്ല, അവര് കൂളായിട്ട് ഇപ്പൊ കഫേയിൽ വന്ന വീഡിയോ കണ്ടായിരിക്കും, കൂളായിട്ട് വന്ന് ചായ കുടിച്ച് പോവുക, പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പോ ഇതിന്റെ ഒപ്പം തന്നെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കേരള പോലീസ് നല്ല രീതിക്ക് ഇവനെ പിടിക്കാനായിട്ട് നല്ല രീതിക്ക് പണിയെടുക്കുന്നുണ്ട്. അപ്പൊ കുറെ ആൾക്കാർ കമന്റ് ബോക്സിലും അല്ലാണ്ടൊക്കെ ചോദിക്കണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം കടലിൽ കുറച്ച് മത്സ്യത്തൊഴിലാളികൾ കാണാണ്ടായി ഈ കടൽക്ഷോഭം കാരണം. അപ്പൊ അവരെ പിടിക്കാനും അല്ലെങ്കിൽ അവരെ വീട്ടുകാർക്ക് വേണ്ട സഹായം ചെയ്യാനൊന്നും ഈ ഭരണകൂടത്തിന് ഇത്രയ്ക്കും ഉത്കണ്ഠ അല്ലെങ്കിൽ ഇത്രയ്ക്കും ഒരു ആവേശം ഉണ്ടായിരുന്നിട്ടില്ല എന്ന ആൾക്കാർ പറയുന്നുണ്ട്. ഒപ്പം പ്രതിപക്ഷ പാർട്ടിയുടെ CPM പറയുന്നുണ്ട്, ഒപ്പം ആൾക്കാർ കമന്റ് ബോക്സിലും പറയുന്നുണ്ട്, പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പൊ അതും ഈ സിസ്റ്റം ശ്രദ്ധിക്കുക, അതായത് കേരള ഗവൺമെന്റ് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ക്രിമിനൽസിനെ പിടികൂടണം, വേണ്ടെന്നല്ല, പക്ഷെ ഒപ്പം ജനങ്ങളുടെ കാര്യങ്ങളും, അതായത് ഈ ക്രിമിനൽസിനെ പിടികൂടുമ്പോ ഇത് ക്രിമിനലിനേക്കാൾ ഉപരി ഒരു രാഷ്ട്രീയ കളി ഉണ്ട് ഇതിൽ, പറഞ്ഞ മനസ്സിലായി. ഇപ്പൊ അർജുനായെങ്കിൽ CPM അനുകൂല വ്യക്തി ആയതുകൊണ്ട് അത് ഇവർക്കൊരു രാഷ്ട്രീയ വിജയം കിട്ടാനാണ് ഇത് കൂടുതലും ഇത്രയ്ക്കും കടഞ്ഞ് പരിശ്രമിക്കുന്നത്. ഇപ്പൊ നമ്മുടെ രാഹുലിനെ പിണറായി വേട്ടയാടിയ പോലെ, പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പോ അതൊക്കെ നല്ല കാര്യം, ഈ ക്രിമിനൽസിനെ പൂട്ടണം. അത് പെണ്ണ് വിഷയമുള്ളവരായാലും അല്ലാത്തവരായാലും സ്വർണ്ണം പൊട്ടിയുടെ ടീംസ് ആയാലും. പക്ഷെ ഒപ്പം ഈ പൊതുജനങ്ങളുടെ കാര്യങ്ങളും ഇതേ ഉന്മേഷത്തോടു കൂടി ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ നല്ലതായിരിക്കും. അതെല്ലാ ഭരണകൂടങ്ങളും ശ്രദ്ധിക്കുക, അത് CPM ഭരിക്കുമ്പോഴായാലും കോൺഗ്രസ് ഭരിക്കുമ്പോഴായാലും.